കാഴ്ചവട്ടത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു താജ്മഹൽ സന്ദർശിക്കുക എന്നത്. ഒടുവിൽ ആ ആഗ്രഹം സഫലമായി. സഹപ്രവർത്തകരും അവരുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഉൾപ്പെടെ യാത്ര പ്ലാൻ ചെയ്തു. ഒരു ടൂർ കമ്പനിയും അതിലെ ഗൈഡും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നു. ഡൽഹി വരെ വിമാനത്തിലും അവിടെ നിന്നും ടൂർ കമ്പനി ഒരുക്കിത്തന്ന മിനി ബസ്സിലും ഞങ്ങൾ നേരെ ഉത്തർപ്രദേശിലേക്ക് യാത്ര തിരിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള പല സ്ഥലങ്ങളും ഞങ്ങൾ യാത്രക്കിടെ കണ്ടു. വൈകിട്ട് 4 മണിയോടെ ഞങ്ങൾ താജ്മഹലിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തി. മുൻകൂട്ടി പ്ലാൻ ചെയ്ത യാത്രയായതിനാൽ എൻട്രി പാസ് ലഭിക്കുന്നതിന് തടസ്സമുണ്ടായില്ല. കോൺക്രീറ്റ് നിരത്തിയ പാതയിലൂടെ ഞങ്ങൾ നടന്നെത്തിയത് മസ്ജിദ് ആകൃതിയിൽ തീർത്ത ഒരു മന്ദിരത്തിലാണ്. അതിൻ്റെ പടവുകൾ കയറി എത്തിയപ്പോൾ തന്നെ തലയെടുപ്പോടെ അകലെയായി 4 മിനാരങ്ങളോടെ നിൽക്കുന്ന താജ്മഹൽ കണ്ടു. ഉത്തരേന്ത്യയിലെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലാണ് ആഗ്ര സ്ഥിതി ചെയ്യുന്നത്. 1631 14ാമത്തെ പ്രസവത്തോടെ മരണപ്പെട്ട മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി പ്രിയതമനായ ഷാജഹാൻ പണികഴിപ്പിച്ചതാണ് ഈ വിസ്മയ കൊട്ടാരം. നഗരത്തിൻ്റെ കിഴക്കുഭാഗത്തായി യമുനാ നദിയുടെ വലത്തേക്കരയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. മുഗൾ വാസ്തുവിദ്യ, ഇന്ത്യൻ, പേർഷ്യൻ, ഇസ്ലാമിക് ശൈലികളുടെ സമന്വയമാണ് ഈ മന്ദിരം. ഇരട്ട മസ്ജിദ് കെട്ടിടങ്ങൾ, മനോഹരങ്ങളായ പൂന്തോട്ടങ്ങൾ, ഒരു മ്യൂസിയം എന്നിവ കെട്ടിട സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഈ മാർബിൾ വിസ്മയം കാണാൻ എത്തുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാരക നിർമ്മിതികളിൽ ഒന്നാണ്. ഈ സമുച്ചയത്തെ യുനെസ്കോ 1983 ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിർമ്മിതിയുടെ മുഖ്യശില്പി പേർഷ്യൻ വംശജനായ ഉസ്താദ് അഹമ്മദ് ലഹാറിയാണ്. പ്രധാന കവാടം, പൂന്തോട്ടം, ജവാബ്, ശവകുടീരം തുടങ്ങിയവയാണ് താജ്മഹലിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഈ നിർമ്മിതിയിൽ പിന്നീട് കൂട്ടിച്ചേർക്കലുകൾ അനുവദിക്കപ്പെട്ടിട്ടില്ല. 1632 തുടങ്ങിയ താജ്മഹലിൻ്റെ നിർമ്മാണ പ്രവർത്തനം 1638-39 കാലത്തോടെ പൂർത്തിയായി. ഇന്ത്യ, പേർഷ്യ, ഓട്ടോമൻ സാമ്രാജ്യം, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് 20,000-ലധികം തൊഴിലാളികൾ ഈ നിർമ്മിതിക്കായി പണിയെടുത്തു. മൊത്തത്തിൽ 42 ഏക്കർ സ്ഥലത്തെ കെട്ടിട സമുച്ചയത്തിൻ്റെയും അനുബന്ധ നിർമ്മിതികളുടെയും പൂർത്തീകരണത്തിനായി 22 വർഷം സമയം വേണ്ടിവന്നു. ഷാജഹാൻ സ്വന്തം ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കാനായി യമുനാ നദിയുടെ മറുകരയിൽ മറ്റൊരു ശവകുടീരം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കവേ ധൂർത്തിൻ്റെ പേരിൽ കുറ്റാരോപണം ഉന്നയിക്കപ്പെട്ട മകൻ ഔറംഗസീബ് അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടച്ചു. താജ്മഹൽ സന്ദർശിക്കാനെത്തുന്നവർക്ക് പൂർത്തിയാകാത്ത ആ നിർമ്മിതിയുടെ ശേഷിപ്പുകൾ യമുനാ നദിയുടെ മറുകരയിൽ കാണാനാവും. 23 അടി ഉയരമുള്ള അടിസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്താണ് ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. വെളുത്ത മാർബിളിലാണ് അതിൻ്റെ നിർമ്മിതി. സൂര്യപ്രകാശത്തിൻ്റെയും ചന്ദ്രപ്രകാശത്തിൻ്റെയും തീവ്രതയനുസരിച്ച് നിറങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ഈ നിർമ്മിതിക്ക് കഴിയുന്നുണ്ട്. ഇതിന് ഏതാണ്ട് സമാനമായ 4 മുഖങ്ങളുണ്ട്. ഓരോന്നിൻ്റെയും അഗ്രത്തിൽ 108 അടി വരെ ഉയരം വരുന്ന വിശാലമായ മധ്യകമാനവും ചെറിയ കമാനങ്ങൾ ഉൾക്കൊള്ളുന്ന
അറകളുള്ള കോണുകളും അതിൻ്റെ അവസാന ഭാഗത്തിൻ്റെ അറ്റത്ത് 240 അടി ഉയരത്തിൽ എത്തുന്ന ഗാംഭീര്യമുള്ള മധ്യ താഴികക്കുടത്തിനു ചുറ്റും 4 ചെറിയ താഴികക്കുടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ശവകുടീരത്തിൻ്റെ ഉൾവശം ഒരു അഷ്ടഭുജാകൃതിയിലുള്ള മാർബിൾ അറയ്ക്ക് ചുറ്റുമായി ക്രമീകരിച്ചിരിക്കുന്നു. അവിടെയാണ് മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മനോഹരമായ മിനാരങ്ങൾ പ്രധാന കെട്ടിടത്തിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസമുണ്ടായി മിനാരങ്ങൾ തകർന്നാൽ അത് പ്രധാന കെട്ടിടത്തിൽ പതിയാതിരിക്കത്തക്ക കരവിരുതോടെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പൂന്തോട്ടത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് വടക്ക് കിഴക്ക് അതിരുകളോട് ചേർന്നുള്ള ശവകുടീരത്തിന് സമാനമായ 2 കെട്ടിടങ്ങൾ ഉണ്ട്. കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന മസ്ജിദ്, പടിഞ്ഞാറ് അഭിമുഖമായി നിൽക്കുന്ന അതിൻ്റെ ജനാബ്, മാർബിളിൽ തീർത്ത താഴികക്കുടങ്ങളും കാണാം. ചുവന്ന സെക്രി മണൽ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചവ ആയതിനാൽ നിറത്തിൽ താജ്മഹലിൽ നിന്നും മറ്റു നിർമ്മിതികൾ വേറിട്ട് നിൽക്കുന്നു. പൗരാണിക മുഗൾ രീതി അനുസരിച്ചാണ് പൂന്തോട്ടം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നീളത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ജലപാതകൾ. പൂന്തോട്ട നിർമ്മിതിയുടെ ആദ്യഘട്ടത്തിൽ ധാരാളം ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു. അവിടെ പിന്നീട് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായി ഉണ്ടായ മോടി പിടിപ്പിക്കലിലാണ് ഇന്നു കാണുന്ന പൂന്തോട്ടം ഉണ്ടായത്. സമുച്ചയത്തിൻ്റെ തെക്കേയറ്റത്ത് വിശാലമായ ചുവന്ന മണൽക്കല്ല് കവാടവും 2 നിലകളിലുള്ള മധ്യകമാനവും കാണാൻ വളരെ മനോഹരമാണ്. കമാനത്തിനു ചുറ്റും വെള്ള മാർബിൾ കല്ലിൽ ഖുർആൻ വചനങ്ങളും ചിത്രങ്ങളും ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. താജ്മഹൽ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് നേരിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സഞ്ചാരികൾ ചെരുപ്പിട്ട് പ്രവേശിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. അഥവാ ചെരുപ്പണിയണമെങ്കിൽ പ്രവേശനദ്വാരത്തിൽ ലഭിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ചെരുപ്പ് മൂടിക്കെട്ടിയായിരിക്കണം എന്ന നിബന്ധനയുമുണ്ട്. വളരെ മനോഹരമായ ആ ദൃശ്യങ്ങൾ കണ്ട് ഞങ്ങൾ വൈകുന്നേരത്തോടെ താജ്മഹലിൻ്റെ പ്രവേശന കവാടം വിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരുക്കിയിരിക്കുന്ന ലോഡ്ജിലേക്ക് യാത്രയായി.